ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ആദ്യം തന്നെ കടക്കുമ്പോൾ PSC നിയമനത്തിന് CPM കോഴിക്കോട് ടൌൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളി കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ പാർട്ടിക്ക് പരാതി ലഭിച്ചിട്ടില്ലെന്ന് ജില്ലാ സെക്രട്ടറി P മോഹനൻ ന്യൂസ് 8നോട്. അങ്ങനെ ഒരു അറിവേയില്ലെന്നും മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന കോലാഹലമാണെന്നുമായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പിറകെ കൂടി വേട്ടയാടാൻ തുടങ്ങിയിട്ട് നാളേറെയായെന്നും P മോഹനൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം. അതൊന്നും ഞങ്ങളുടെ അറിവിലില്ലാത്ത ഇങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല. അങ്ങനെ ഒരു അറിവേ ഞങ്ങൾക്കില്ല. ഒരു അറിവേ ഇല്ല. അറിയാവുന്ന കാര്യങ്ങൾ ചോദിച്ചാൽ പറയാം. 2 ദിവസമായിട്ട് ഈ ചർച്ചകൾ അതൊക്കെ നടന്നോളൂ. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന കൊലാകലല്ലേ. ഞങ്ങൾക്ക് യാതൊരു അറിവില്ല. ഇങ്ങനെ ഒരു ഏരിയ കമ്മിറ്റിയെ കുറിച്ചൊരു പരാതി ലഭിച്ചിട്ടേ ഇല്ല. എനിക്കൊരു അറിവില്ലെന്ന് പറഞ്ഞില്ലേ. ഒരറിവില്ല. ഈ വാർത്തകളൊക്കെ അതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. അറിവില്ലാത്ത കാര്യത്തെ സംബന്ധിച്ച് അറിയാവുന്ന കാര്യങ്ങൾ ചോദിച്ചാൽ പറയാം. ഇതിപ്പോ പാർട്ടി സമിതിയെ നിയോഗിച്ചെന്നൊക്കെ പറഞ്ഞാണ് ഇന്നലെ വാർത്ത. അറിവില്ല എന്ന് പറഞ്ഞില്ലേ. അറിയില്ല. ഈ മന്ത്രി റിയാസ് ഒരു പരാതി പാർട്ടിക്ക് തന്നിട്ടുണ്ടോ എന്തെങ്കിലും? എനിക്കിതൊന്നും അറിയില്ല. നിങ്ങൾ റിയാസിന്റെ പിന്നാലെ കൂടി വേട്ടയാടാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ. അതെ, അതൊന്നും ഏശാൻ പോകുന്നില്ല. ഇത് സംബന്ധിച്ചൊന്നും എനിക്ക് യാതൊരു അറിവില്ല. അറിയാവുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ചോദിക്കും, വേറെ എന്തെങ്കിലും. അതെ, അത് നിങ്ങൾ ഉണ്ടാക്കുന്ന കോലാഹലം. അതിന്റെ പിന്നാലെ നിങ്ങൾ പോയിക്കോളുക. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. അല്ലെങ്കിൽ പ്രമോദ് കോട്ടൂളിയുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, ഈ എനിക്കൊന്നും അറിയില്ല എന്നത് ഇപ്പോൾ പാർട്ടിയുടെ ഒരു മുദ്രാവാക്യമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണോ? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, മുഹമ്മദ് റിയാസും ഇതേ മറുപടിയായിരുന്നു. എനിക്കൊന്നും അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ഇതാ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറയുന്നു എനിക്കൊന്നും അറിയില്ല, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന്. എന്തൊക്കെയാണ് പ്രധാനമായും അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം ഒന്നും അറിയില്ല അല്ലേ? തീർച്ചയായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPMന്റെ ജില്ലാ ഘടകത്തിന്റെ ആദ്യത്തെ പ്രതികരണമാണിത്. ഇതുവരെ ഇവർ ഈ വിഷയത്തെ ഒരു തരത്തിലും അഡ്രസ്സ് ചെയ്തിരുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ പ്രതികരിക്കുകയോ ഫോണിൽ പോലും ലഭ്യമായിരുന്നില്ല. CPM ജില്ലാ സെക്രട്ടറി തന്നെ ഇക്കാര്യത്തിൽ ന്യൂസ് 8നോട് കാര്യം പറഞ്ഞിരിക്കുന്നു. പാർട്ടിക്ക് ഈ ആരോപണങ്ങൾ സംബന്ധിച്ച് ഒരു തരത്തിലുമുള്ള പരാതി ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്ന് ആണ് അദ്ദേഹം അല്പസമയം മുമ്പ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഇത്തരമൊരു ആരോപണത്തെക്കുറിച്ച്, അതായത് കോഴ ആരോപണത്തെക്കുറിച്ച് ഒരു അറിവും തനിക്കില്ല എന്നും പറയുന്നു. ഒപ്പം ഈ വിഷയങ്ങളെല്ലാം മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന കോലാഹലം മാത്രമാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. റിയാസിന്റെ പുറകെ, അതായത് മന്ത്രി മുഹമ്മദ് റിയാസ് പാർട്ടിക്ക് ഒരു പരാതി നൽകിയതായി നേരത്തെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും തനിക്കൊരു അറിവുമില്ല, ഇത്തരം ഒരു പരാതിയും ലഭിച്ചിട്ടില്ല. റിയാസിന്റെ പുറകെ നിങ്ങൾ കൂടിയിട്ട് ഒരുപാട് നാളായല്ലോ, അത് വെറുതെ കൂടിക്കൊള്ളൂ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പണിയുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കൊള്ളൂ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് അദ്ദേഹം മാറിയിരിക്കുന്നത്. എന്തായാലും ഈ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് തനിക്ക് കുറിച്ചൊന്നും അറിയില്ല, ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്നും പറയുന്നു. നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഈ പരാതി പണം മടക്കി നൽകിയ ശേഷം ഒത്തീർപ്പായി എന്നടക്കം ഈ ലീഗ് നേതാവ് PK ഫിറോസ് അടക്കം ആരോപണം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തുടർ നടപടികളിലേക്കോ തുടർ ചർച്ചകളിലേക്കോ ഒന്നും CPM കടക്കില്ല എന്ന തലത്തിലുള്ള വിലയിരുത്തലുമുണ്ടായിരുന്നു. എന്തായാലും CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എത്തിയിട്ടുണ്ട്. അവൈലബിൾ ആയ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഇന്ന് യോഗം ചേരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയം പൂർണ്ണമായി ചർച്ച ചെയ്യുന്നതിനാണോ അതോ മാധ്യമങ്ങളിൽ 2 ദിവസമായി ഉയർന്നു നിൽക്കുന്ന ഈ വിഷയങ്ങളിൽ എന്ത് പ്രതികരണം പാർട്ടി നൽകണം എന്നത് സംബന്ധിച്ചാണോ ചർച്ചയെന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമായ ധാരണയില്ല. എന്തായാലും CPM ജില്ലാ സെക്രട്ടറി പാർട്ടി ഓഫീസിലുണ്ട്. മറ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ഈ വൈസ് ചെയർ നഗരസഭ ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് അടക്കമുള്ള ആളുകൾ, മറ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എന്നിവരൊക്കെ ഈ പാർട്ടിയിലെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും എന്താണ് പാർട്ടിയുടെ അടുത്ത നീക്കം എന്ന് കൃത്യമായും ഒരുപക്ഷെ ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് ജില്ലാ സെക്രട്ടറി വിശദീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പൂർണ്ണമായും CPM ജില്ലാ സെക്രട്ടറി ഇത്തരം ഈ കോഴ വിവാദം തള്ളിക്കളഞ്ഞതിന്റെ രംഗത്തെത്തിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച ഒരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല, ഇത് സംബന്ധിച്ച ഒരറിവും പാർട്ടിക്കില്ല എന്നാണ് പറയുന്നത്. നേരത്തെ ഈ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളിയുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോഴും അദ്ദേഹവും പറയുന്നത് ഇത്തരമൊരു ആരോപണം ഇല്ല, അടിസ്ഥാനരഹിതമാണ്, പരാതിയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പരസ്യമായി രംഗത്ത് വരട്ടെ, ഇത് സംബന്ധിച്ച് ശബ്ദരേഖ ഉണ്ടെങ്കിൽ
പുറത്തുവിടട്ടെ. പാർട്ടി ഇത് സംബന്ധിച്ച ഒരു ആശയവിനിമയം താനുമായി ഇതുവരെ നടത്തിയിട്ടില്ല. ജില്ലാ കമ്മിറ്റിയോ ഏരിയ കമ്മിറ്റിയോ ലോക്കൽ കമ്മിറ്റിയോ ഒന്നും ഇതുവരെ യാതൊരു വിശദീകരണം തേടിയിട്ടില്ല. ഇത് സംബന്ധിച്ച ഒരു കത്ത് നൽകിയിട്ടില്ല. ഇത് സംബന്ധിച്ച ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല എന്നും വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ജില്ലാ സെക്രട്ടറിയും ഇത്തരമൊരു വിവാദം ഇല്ല എന്ന് തന്നെയാണ്. മാധ്യമങ്ങളുടെ തലയിലാണ് കുറ്റം മുഴുവൻ കെട്ടിവെക്കാൻ പാർട്ടി ശ്രമിക്കുന്നത്. അതേ സമയത്ത് പോലും പക്ഷേ ഈ പ്രമോദ് കോട്ടൂളി ഇത്തരത്തിൽ കോഴ വാങ്ങി എന്ന് ആദ്യം യഥാർത്ഥത്തിൽ പരാതി നൽകിയത് പാർട്ടിക്ക് എന്നല്ലേ ഈ ഡോക്ടർമാരിൽ നിന്നും അറിയാൻ സാധിച്ചത്? അങ്ങനെ കൃത്യമായ ഒരു പരാതിക്കാരി ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല എന്നതാണ് വസ്തുത. അല്ലെങ്കിൽ ഈ പറയുന്ന വനിതാ ഡോക്ടർ ഇതുവരെ ഈ കാര്യങ്ങളുമായി ആരോടെങ്കിലും സഹകരിക്കുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനം, അവരൊരു പാർട്ടി കുടുംബമാണ് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. അവർ ഇതുവരെ പരസ്യമായി ആരാണ് എന്ന കാര്യം കൃത്യമായി പുറത്ത് പറഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. ഒപ്പം ഈ പരാതി പുറത്തു വന്നപ്പോൾ രണ്ട് പ്രതികരണങ്ങൾ ശ്രദ്ധേയമായി വന്നു. ഒന്ന്, ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഷംസുദ്ദീൻ MLA ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന്റെ മറുപടിയെ അദ്ദേഹം ഇത്തരമൊരു ആരോപണം വന്നിട്ടില്ല എന്ന് പൂർണ്ണമായി തള്ളുകയല്ല ചെയ്തത്. മറിച്ച് ഇത്തരം നിരവധി തട്ടിപ്പുകൾ ഈ PSC എന്ന ഭരണഘടനാ സ്ഥാപനത്തെ അസ്ഥിരമാക്കാനായി നടക്കുന്നുണ്ട്. അവയൊക്കെ ഫലപ്രദമായി തന്നെ സർക്കാർ നേരിടും. ഏതെങ്കിലും സ്വാധീനങ്ങൾക്കോ സമ്മർദ്ദങ്ങൾക്കോ ഒന്നും വഴങ്ങിയല്ല PSCയിൽ നിയമനങ്ങൾ നടത്തുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. പിന്നീട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററോടും ആലപ്പുഴയിൽ വെച്ച് ഇക്കാര്യത്തിൽ പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞത് എന്തെങ്കിലും മോശമായ പ്രവണതകൾ ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് പാർട്ടി നടപടിയെടുക്കുമെന്നാണ്. അവിടെയും ഒരു പൂർണ്ണമായ തള്ളൽ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അതുമാത്രമല്ല, പാർട്ടി നേതാക്കൾക്ക് പണത്തോട് താല്പര്യം കൂടുന്നു എന്നുള്ള ഒരു പരാമർശം കൂടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും അത്തരം വിമർശനങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് ജില്ലാ ഘടകം പൂർണ്ണമായി ഈ വിഷയം അല്ലെങ്കിൽ ഈ വിവാദം തുടങ്ങിയപ്പോൾ 2 ദിവസം പിന്നിടുന്നു. 2 ദിവസവും CPMന്റെ ഒരു ഔദ്യോഗികമായ വിശദീകരണം ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടില്ല. പല തലത്തിൽ ഇത്തരത്തിൽ പ്രതികരണത്തിനായി മാധ്യമങ്ങൾ ആരാഞ്ഞിരുന്നു. പക്ഷേ അവിടെയെങ്ങും ഒരു പ്രതികരണം നൽകാതെ കൃത്യമായ മൗനം പാലിക്കുകയാണ് CPM ചെയ്തത്. എന്നാൽ ഇന്ന് CPM ജില്ലാ സെക്രട്ടറി കൃത്യമായി പറയുന്നു, തങ്ങൾക്ക് ഇത്തരമൊരു പരാതി ലഭിച്ചിട്ടില്ല. ഈ വാദം മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന കോലാഹലമാണ്. ഈ സംഭവത്തെക്കുറിച്ച് ഒരറിവുമില്ല. മുഹമ്മദ് റിയാസ് പരാതി നൽകിയിട്ടില്ല. മുഹമ്മദ് റിയാസിനെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കുറച്ച് അധികം നാളുകളായി എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ ആദ്യമായി CPM പൂർണ്ണമായി ഈ വിവാദത്തെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നു. കോഴ ആരോപണത്തെ തന്നെ തള്ളിപ്പറഞ്ഞ് CPM ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി രംഗത്തെത്തിയിരിക്കുന്നു എന്നതാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനിയിപ്പോൾ ഈ വിഷയത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ പാർട്ടിയിൽ നടക്കുമോ, എന്തെങ്കിലും നടപടികൾ ഉണ്ടാവുമോ, മറ്റു വിശദീകരണങ്ങൾ ഉണ്ടാവുമോ എന്നീ കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും ഇത് CPM ഈ വിവാദത്തെ തള്ളിയിരിക്കുന്നു. CPM ജില്ലാ കമ്മിറ്റി ഇങ്ങനൊരു പരാതി ഇല്ലെന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നു എന്നതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരം. എന്തായാലും ലഭ്യമായ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഈ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവർ യോഗം ചേരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൂർണ്ണ തലത്തിലുള്ള ഒരു സെക്രട്ടേറിയറ്റ് യോഗമായി അല്ല നടത്തുന്നത്. ഒരുപക്ഷെ ഈ നിലവിലെ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുകയായിരിക്കും. പ്രത്യേകിച്ചും ഈ വിവാദം 2 ദിവസമായി കോഴിക്കോട് പാർട്ടി ഘടകത്തെ പ്രതിക്കൂട്ടിലാക്കി നടത്തുന്ന ചർച്ചകളാണ് നടക്കുന്നത്. അക്കാര്യത്തിൽ എന്ത് വിശദീകരണം നൽകണം, ഏത് നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ചർച്ച ഒരുപക്ഷെ ഇന്നത്തെ ഈ അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർട്ടിയുടെ ഒരു ഔദ്യോഗിക നിലപാട് ഇതിനുശേഷം വിശദീകരിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നിലവിൽ ഈ കോഴ ആരോപണം CPM പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയില്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിവും പാർട്ടിക്കില്ല എന്നാണ് CPM കോഴിക്കോട് ജില്ലാ ഘടകം വ്യക്തമാക്കുന്നത്. ഭവ്യ, തീർച്ചയായും PSC നിയമനത്തിന് CPM കോഴിക്കോടുള്ള നേതാവ് കോഴ വാങ്ങിയെന്ന ആരോപണം പൂർണ്ണമായി തള്ളുകയാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.